റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറത്ത് പ്രസ്ഥാനവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് കുടുംബത്തിന് ഭ്രഷ്ട് കൽപ്പിച്ചതായി പരാതി. ആരാണെന്നല്ലേ? കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള കൊരൂർ ത്വരീഖത്ത് നേതൃത്വത്തിനെതിരെയാണ് ആരോപണം. ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടത്രേ. കീഴ്ശ്ശേരി സ്വദേശികളായ കുടുംബ വിലക്കിനുൾപ്പെടെ അവർ വിധേയരായിട്ടുണ്ട്. കുടുംബ വീട്ടിലെത്തിയപ്പോൾ ഒരു സംഘം കയ്യേറ്റത്തിന് ശ്രമിച്ചെന്നും പരാതിയുണ്ട്. കൊരൂർ ത്വരീഖത്തുമായി ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം വലിയ പീഡനം നേരിട്ടുവെന്നും ആരോപണമുണ്ട്. കീഴ്ശ്ശേരി സ്വദേശികളായ ശിബില, ലുബിന, ഭർത്താവ് റിയാസ് എന്നിവരാണ് പരാതിക്കാർ. നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണാം, പ്രതികരണവും കാണാം. ത്വരീഖത്ത് വീട്ടിൽ ഭ്രഷ്ട് കൽപ്പിക്കാൻ ഇവൻ ആരപ്പ കാണാം. നല്ല തീർച്ചയായും ഞാൻ പറഞ്ഞിട്ടാ ഈ വീടിന് എനിക്കൂടെ എന്ത് അധികാരമാണ്? ഇവരുടെ പേരുള്ള ഭൂമിയല്ലേ? എന്ത് അധികാരനോടോ അവരുടെ വീട്ടിൽ ഇതിന്റെ ഉടമസ്ഥനെ പറഞ്ഞ് എന്നോട് ഇറങ്ങാൻ ഈ മക്കൾക്ക് തീരെ അവകാശമില്ല. അതായത് ഈ പ്രസ്ഥാനത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമൂഹിക ഭ്രഷ്ടാണ്. അതായത് ഇന്ത്യയിൽ ഏത് മതത്തിലും ഒരാൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള കഴിവുണ്ട്, ഒരു അവകാശമുണ്ട് ആളുകൾക്ക്. പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും പുറത്ത് വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ടോർച്ചർ അനുഭവിച്ച് പുറത്ത് വന്നതാണ്. പുറത്ത് വന്നിട്ട് ഇപ്പോൾ 3 വർഷമായി. അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതായത് ഞങ്ങളെ സ്വന്തം വീട്ടിലേക്ക് വരെ കയറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള ഒരവസ്ഥ. നക്ഷബന്ദിയ ത്വരീഖത്ത് എന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര്. ഇതിൻ്റെ ലീഡർ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു പ്രവാചകനായിട്ടാണ് ആളുകൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വാഴ്മൊഴി ഇതിൻ്റെ അലിഖിത നിയമമാണെന്നാണ് പറയുന്നത്. അതിനിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണെങ്കിലും ഏത് നിയമത്തിനെതിരാണെങ്കിലും അത് ആൾക്കാർ പ്രാവർത്തികമാക്കും. അഷ്കർ അലി കരിമ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൊരൂർ ത്വരീഖത്ത് ഷാഹുൽ ഹമീദാണത്രേ ഇവരുടെ ആത്മീയ ആചാര്യൻ. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറിയപ്പോൾ ഭ്രഷ്ട് കൽപ്പിക്കലാണ് രീതി. കൊരൂർ ത്വരീഖത്ത്. നമുക്ക് പുതിയ ആത്മീയ ആചാര്യനെ ഒന്ന് പരിചയപ്പെടാം. അഷ്കറുണ്ട്. അഷ്കർ, ഗുഡ് മോർണിംഗ്. അഷ്കർ, പുതിയ അവതാരം കൂടി വന്നിട്ടുണ്ടല്ലോ, ഷാഹുൽ ഹമീദ്. ആരാണ് ഈ കക്ഷി? എന്താണ് കൊരൂർ ത്വരീഖത്ത്? എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അഷ്കർ. അരുൺ, ഇസ്ലാം മതവിശ്വാസ പ്രകാരം തന്നെ ഒരു സന്യാസത്തിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ സൂഫിസത്തിലേക്കുള്ള ഒരു ആധ്യാത്മിക മാർഗമായിട്ടാണ് ഈ ത്വരീഖത്ത് പറയപ്പെടുന്നത്. പക്ഷേ ഒരുപാട് കേരളത്തിലുള്ള ഒട്ടുമിക്ക മുസ്ലിം വിഭാഗങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ വ്യത്യസ്ത ത്വരീഖത്തുകളിൽ ഭാഗമാവുകയും പ്രവർത്തിക്കുകയും ചെയ്യാറ്. പക്ഷേ അവരിൽ നിന്നെല്ലാം അകന്ന് നിന്നുകൊണ്ടില്ലെങ്കിൽ പൊതുസമൂഹം തന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ത്വരീഖത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ കൊരൂർ ത്വരീഖത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ ആകമാനം 3000-ൽ താഴെ മാത്രം ആളുകളാണ് ഇതിനുള്ളത് എന്നാണ് ഇതിൽ നിന്നിപ്പോൾ പുറത്താക്കപ്പെട്ട റിയാസ് അടക്കമുള്ളവർ പറയുന്നത്. ഇതിലേറ്റവും പ്രധാനമായും ഇത് വാർത്തയാവാൻ കാരണം, പരാതിയാവാൻ കാരണം ഈ കീഴ്ശ്ശേരി സ്വദേശികളായിട്ടുള്ള ഷിബില, ലുബന എന്ന് പറയുന്ന സഹോദരിമാരും അവരുടെ ഭർത്താവ് റിയാസും ഇവരൊക്കെ തന്നെ ഈ കൊരൂർ ത്വരീഖത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരായിരുന്നു. പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവർ അതിൽ നിന്ന് പുറത്തേക്ക് പോവുകയും അതിലൊരു സഹോദരി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ പ്രസ്ഥാനമായി അകലുകയും ചെയ്തതോടെ ഇവരൊക്കെ തന്നെ സാമൂഹികമായി ഭ്രഷ്ട് കൽപ്പിച്ചു എന്നുള്ളതാണ്. അഥവാ സമുദായ വിലക്ക് പോലെ, ഒരു വിലക്ക് പോലെ തന്നെ ഇവരുമായി ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ ആരും തന്നെ ഫോൺ വിളിക്കാനോ കാണാനോ സംസാരിക്കാനോ ബന്ധപ്പെടാനോ പാടില്ല. അത് രക്തബന്ധുക്കളായാലും ഉറ്റവരാണെങ്കിൽ തന്നെ ആരാണെന്ന് ശരി, അവരൊന്നും തന്നെ ഈ സംഘടനയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളൊന്നും തന്നെ ഇവരെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇപ്പോൾ കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കും മഞ്ചേരി പോലീസിനുമൊക്കെ തന്നെ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സഹോദരിമാരും ഈ ഭർത്താവും ഇവരെ മാതാപിതാക്കളെ കാണാൻ കീഴ്ശ്ശേരിയിൽ ഇവർ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ വീട്ടിലേക്ക് എത്തിയതോടെ ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ ഇവരെ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന ആരോപണം. ഈ ത്വരീഖത്ത് എന്ന് പറയുന്നത് ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ നേതൃത്വം നൽകുന്ന, അയാളാണ് ഈ കൂട്ടായ്മയുടെ ആത്മീയ ഗുരുവായിട്ട് പറയപ്പെടുന്നത്. അയാൾ പറയുന്നതാണ് ഈ സംഘടനയ്ക്കകത്തെ നിയമം. അത് പക്ഷേ രാജ്യത്തെ നിയമത്തെക്കാൾ അതീതമായി അയാൾ എന്ത് പറയുന്നതോ അത് നിയമമായി കണ്ടുകൊണ്ടാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. പലപ്പോഴും മാനുഷിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക്, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കൊക്കെ തന്നെ രീതിയിൽ ഉതകുന്ന രീതിയിൽ തന്നെ ഇയാൾ നിയമങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സമാന്തരമായ പോലീസ് സംവിധാനം പോലെയൊക്കെ ഇയാൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ ഈ പ്രസ്ഥാനം വിട്ടുവന്നവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കോഴിക്കോട് കൊടുവള്ളി പുത്തൻവീട് കേന്ദ്രീകരിച്ചാണ് ഈ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ പ്രസ്ഥാനം നടത്തുന്നത്, ഈ കൊരൂർ ത്വരീഖത്ത് നടത്തുന്നത്. നേരത്തെ തന്നെ ഇപ്പോൾ കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടനകളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞ ഒരു ത്വരീഖത്ത് കൂടിയാണ് ഈ കൊരൂർ ത്വരീഖത്ത് എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വരുന്നത്. ഇതിൽ ചില ആളുകൾ കൊരൂർ ത്വരീഖത്താണ്. ഈ ത്വരീഖത്ത് പല പേരുകളിൽ, പല ഇടങ്ങളിൽ പല ത്വരീഖത്തുകളുണ്ട് അല്ലേ? ഇതിലൊന്നാണ് ഈ കൊരൂർ ത്വരീഖത്ത്.
അരുൺ, വ്യവസ്ഥാപിതമായി ഈ സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ സൂഫിസത്തിലേക്കുള്ള ഒരു വഴിധാരയായിട്ടാണ് ഈ ത്വരീഖത്തിനെ ഇസ്ലാം മത വിശ്വാസികൾ പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഏത് മതസംഘടനകളെ പണ്ഡിതന്മാരാണെങ്കിലും ആത്മഗുരുക്കളാണെങ്കിലും അവരൊക്കെ തന്നെ ഇത്തരത്തിൽ പല വിധത്തിലുള്ള ത്വരീഖത്തുകൾ ഭാഗമാക്കാറുണ്ട്. അതൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സംഘടനകളൊക്കെ തന്നെ വിലയിരുത്തൽ. പക്ഷേ ഈ ത്വരീഖത്ത് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇവർ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നടക്കം അതിൽ കടന്നു പോകുന്നു എന്നുള്ള ആരോപണമാണ് മറ്റ് സാമുദായിക സംഘടന, കേരളത്തിലെ പ്രബലമായിട്ടുള്ള മറ്റ് സാമുദായിക സംഘടനകൾ ആക്ഷേപിക്കുന്നത്. മാത്രമല്ല ഇവർ പറയുന്നത് നക്ഷബന്ധിയ ത്വരീഖത്ത് എന്നാണ്. അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തടക്കമുള്ള വലിയ തോതിൽ സ്വാധീനമുള്ള ത്വരീഖത്താണ്. അതിൽ നിന്നും ഏറെ മാറിയാണ് ഈ കൊരൂർ ത്വരീഖത്തിന്റെ പ്രവർത്തനം എന്നാണ് ഇതിനകത്തുള്ളവർ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും പോലീസ് നടപടി വേണമല്ലോ. സമുദായം ഭ്രഷ്ട് കൽപ്പിക്കുക, സമൂഹം ഭ്രഷ്ട് കൽപ്പിക്കുക. ഇത് നമ്മൾ ജീവിക്കുന്ന ജനാധിപത്യ റിപ്പബ്ലിക്കിലല്ലേ. അവിടെ ഒരു ആത്മീയതയുടെ പേരിൽ ഒരാൾ ഇറങ്ങുക, എന്നിട്ട് അയാളൊരു പ്രസ്ഥാനം തുടങ്ങുക, എന്നിട്ട് ആളുകളെ അത് വിളിച്ചു കൂട്ടുക, നിയമത്തിനും അപ്പുറത്തേക്ക് ഒരു സൂപ്പർ നിയമം നിർമ്മിക്കുക. ഈ ചങ്ങാതി ആരാണോ? ഷാഹുൽ ഹമീദ് അല്ലേ? ഷാഹുൽ ഹമീദ് പറയുന്നത് പ്രവാചകനേക്കാൾ വലിയ പ്രവാചകൻ എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മനുഷ്യാവകാശ ലംഘനം എവിടെ കണ്ടാലും ഏത് ആത്മീയചാര്യനാണെങ്കിലും അതൊക്കെ കൈയിരുന്നാൽ മതി എന്ന് നമുക്ക് പറയാനുള്ളൂ. ത്വരീഖത്ത്, ഒരിക്കൽ കൂടി പറയുന്നു, കൊരൂർ ത്വരീഖത്തിനെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണല്ലേ